ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷം ഞങ്ങളൊരു ഹണിമൂൺ പോവാണ് കേട്ടോ. അതായത് മാരേജ് കഴിഞ്ഞ് ഏകദേശം ഒരു 3 മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഹണിമൂൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എവിടെയാണ് പോകുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ആദ്യമേ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നും നടന്നില്ല. പെട്ടെന്ന് മീൻസ് എഴുന്നേറ്റപ്പോൾ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ഇറങ്ങാനായിട്ടുള്ളൊരു തിടുക്കത്തിലായിരുന്നു. അങ്ങനെ ഞാൻ ഒരുങ്ങി റെഡിയായി പോവാനായിട്ട് ഇരിക്കുകയാണ്. ഇതൊരു 2 ഡേയ്സ് ട്രിപ്പാണ് കേട്ടോ. ആക്ച്വലി ഇത് നമ്മൾ പോകുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കി കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. ഒരു ലോങ് ട്രിപ്പൊന്നും പോകാനുള്ളൊരു സ്റ്റേജ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് ട്രിപ്പിന് വേണ്ടി പ്ലാൻ ചെയ്തത്. എൻ്റെ മാരേജ് കഴിഞ്ഞു, പിന്നെ ഞാൻ കുറേ ലീവ് എടുത്തു, പിന്നെ പുതിയ പ്രൊജക്റ്റിലായി. അപ്പം അത്രയും ലീവും കാര്യങ്ങളൊന്നും എനിക്കിപ്പം കിട്ടില്ല. ആക്ച്വലി 2 പേരുള്ള ഒരു പ്രൊജക്റ്റാണ്. സോ അത്രയും ലീവ് നമുക്ക് കിട്ടില്ല. അതങ്ങനെ ഒരു ലീവ് കിട്ടാനുള്ള ഒരു പ്ലാൻ അതൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ വലിയൊരു ട്രിപ്പ് പോയി. മീൻ കുറച്ച് ഡേയ്സ് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ട്രിപ്പ് പോകാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളപ്പം റെഡിയായി ഇറങ്ങി. ഒരു 7 മണി ആയപ്പോഴേക്ക് ഞങ്ങൾ ഇറങ്ങി. 11 മണിക്കായിരുന്നു ഞങ്ങളുടെ ചെക്ക്. 11 അല്ല, 2 മണിക്കായിരുന്നു ഞങ്ങളുടെ ചെക്ക് ഇൻ ടൈം. അപ്പൊ ഞങ്ങൾ പോയത് കൊട്ടാരക്കര, പത്തനാപുരം, പത്തനംതിട്ട, റാന്നി, എരുമേലി, മുണ്ടക്കയം, കുട്ടിക്കാനം വഴി കട്ടപ്പന, ആ ഒരു റൂട്ടാണ് ഞങ്ങൾ പോയത്. ഈ താഴേക്കുള്ള വഴിയാണ് ശബരിമലയിലേക്ക് പോകേണ്ട വഴി. ഈ KSRTC ബസ് ഇറങ്ങി പോകുന്ന വഴിയാണ് കേട്ടോ, ശബരിമലയിലേക്ക് പോകുന്ന വഴി. ഞങ്ങൾ നേരെ പോയി. ഞങ്ങൾ പിന്നെ ഏകദേശം ഒരു 4-4.5 മണിക്കൂറേ കൊട്ടാരക്കരയിൽ കട്ടപ്പനയിലേക്ക് പോകാനായിട്ട് എടുക്കുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. സോ ഞങ്ങള് കുറെയൊക്കെ പേയാണ് പോയത്. ഇത് റാന്നിയിലേക്ക് പോകുന്ന വഴിയാണ്. അങ്ങനെ ഞങ്ങള് റാന്നി ടൗണിൽ നിന്ന് പോവാണ് കേട്ടോ. 1 വേയിലൂടെയാണ് പോകുന്നത്. പിന്നെ ഈ ഒരു സ്പോട്ട് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് വെച്ചെന്നാല്, ഞങ്ങള് ആക്ച്വലി മാരേജിന് മുന്നേ തന്നെ ഞാൻ ഇന്റർനാഷണൽ ട്രിപ്പ് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്ത് കുറച്ചുകൂടെ എൻ്റെ മാരേജിന്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ഞാനാണ് ചെയ്തത്. അപ്പോൾ ഭയങ്കര ഹെക്ടിക് ആയിരുന്നു. മാരേജ് ടൈമും എല്ലാം ഹെക്ടിക് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് മാരേജ് കഴിഞ്ഞ ഉടനെ എവിടെയെങ്കിലും കാമായിട്ടുള്ള സ്ഥലത്ത് പോകണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്ലേസ് ഞാൻ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും എങ്ങനെയാണ് പ്ലേസ്. അങ്ങനെ ഞങ്ങള് ഒരു 8-8:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തി. ഇത് റാന്നിയിൽ തന്നെയുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ, ഹോട്ടൽ ആര്യ ഭവൻ. അപ്പൊ ഞങ്ങള് മിക്ക പ്രാവശ്യവും ഇങ്ങനെ ഫാമിലി ആയിട്ടായാലും ട്രിപ്പ് പോകുമ്പോൾ ഇവിടുന്ന് തന്നെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. ഇവിടെ കോംബോയൊക്കെ കിട്ടും. അപ്പൊ ഞാൻ എന്താ കഴിച്ചെന്നുള്ളത് എടുക്കാൻ മറന്നു. അതായത് നല്ല തിരക്കാണ് ഈ ഒരു ഹോട്ടലില്. അപ്പൊ ഞാൻ സാധാ ദോശയും ആള് മസാല ദോശയാണ് കഴിച്ചത്. അങ്ങനെ എരുമേലി എത്തി. ഇപ്പൊ എരുമേലി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയാ ഓർമ്മകളല്ലേ. എരുമേലി പേട്ടതുള്ളല്, പിന്നെ ഈ വഴി തന്നെയാണ് മറ്റേ വാവരു പള്ളി നമുക്ക് കാണാൻ പറ്റും. പിന്നെ കാനനപാത. അതായത് ഈ ശബരിമല സീസണൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നല്ല തിരക്കാണ്. നമുക്ക് ഈ വഴി വരാനേ പറ്റില്ല. അപ്പൊ ഞങ്ങൾ അതും കൂടെ നോക്കിയായിരുന്നു. സീസണൊക്കെ കഴിഞ്ഞ് ഒന്ന് ഒതുങ്ങിയിട്ട് വരാമെന്നും കൂടെ വിചാരിച്ചായിരുന്നു. അതായത് ഈ കാനനപാത വഴി ആളുകൾ നടന്ന് പമ്പയിൽ ചെല്ലാറുണ്ട്. അപ്പൊ തീർത്ഥാടന സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കാണ്. ഇതാണ് എരുമേലിയിലെ പ്രധാനപ്പെട്ട അമ്പലം. അപ്പൊ ശബരിമല തീർത്ഥാടനത്തിനൊക്കെ പോകുന്നവർ ആദ്യമേ ഇവിടെ വന്ന് തൊഴുതിട്ടാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ ഇതുപോലെ ട്രിപ്പ് പോകുന്ന സമയത്ത് ഇവിടെ കയറി തൊഴിയും ഒക്കെ ഇടും. പിന്നെ ഈ അമ്പലത്തിന് തൊട്ടടുത്താണ് വാവരു പള്ളി. നമ്മളെ പറയുന്ന പോലെ ഒരു വളവിനാണ് കേട്ടോ ആ പള്ളി വരുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റും. എന്താ പറയാ, ഭയങ്കര ഭയങ്കര രസമാണ് ആ പള്ളി കാണാൻ. ഞാൻ ആക്ച്വലി ഈ വഴി പോയിട്ടുണ്ടെങ്കിലും ഞാനിത് ആക്ച്വലി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും നാള്. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഞാൻ 2-3 തവണ ഈ വഴി പോവാറുണ്ട്. പക്ഷെ ഇത്രയും നാൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പോഴാണ് അത് ശരിക്കും കണ്ടത്.
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പള്ളിയാണ് കേട്ടോ അത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ എരുമേലി കഴിഞ്ഞു. ഇത് മുണ്ടക്കയത്തേക്കുള്ള യാത്രയാണ് കേട്ടോ. എരുമേലിയിൽ നിന്ന് മുണ്ടക്കയത്തിലേക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നും ഇല്ല, കുറച്ച് പെട്ടെന്ന് തന്നെ അവിടെ എത്തും. പിന്നെ ഈ പോകുന്ന വഴി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് മുണ്ടക്കയം കഴിഞ്ഞു കേട്ടോ. അപ്പൊ മുണ്ടക്കയം കഴിഞ്ഞിട്ട് കുറ്റിക്കാനറ്റിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. ഈ ഒരു വഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് പൈനാപ്പിളാ. പൈനാപ്പിളിന്റെ കച്ചവടമാണ് ഇവിടെ എല്ലാവർക്കും. ഞങ്ങള് അങ്ങോട്ട് പോയപ്പോ ഒന്നും മേടിച്ചില്ല. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങള് പൈനാപ്പിള് കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരാനും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ അവിടുത്തെ പൈനാപ്പിളിനൊക്കെ ഭയങ്കര സ്വീറ്റ് ആണ്, ഭയങ്കര മധുരമാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയപ്പോ തന്നെ ആള് പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ പൈനാപ്പിളിനൊക്കെ ഭയങ്കര സ്വീറ്റ് ആണെന്ന്. പക്ഷെ ഞാൻ എന്തായാലും പൈനാപ്പിളിന് ഒരേ രുചിയല്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര മധുരമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയും പോകുമ്പോൾ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കുറ്റിക്കാനത്തിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല എന്താ പറഞ്ഞ ഒരു കോട പോലെയാണ്. ഇതിപ്പോ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു 10-11 മണിയായി. അപ്പോഴും അവിടെ നല്ല മഞ്ഞും, അതായത് നമ്മളിപ്പം ഗ്ലാസ് ഒക്കെ താത്തിടുകയാണെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പൊ ഈ ഒരു മല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അതിന്റെ വീഡിയോ കുറച്ചു നേരം ഒന്ന് എടുത്തതാ. അങ്ങനെ ഞങ്ങള് ജേണി കണ്ടിന്യൂ ചെയ്യാനേ. അപ്പൊ ഞങ്ങള് ഈ പോകുന്ന വഴിക്ക് നമുക്ക് വളഞ്ഞങ്ങാനം എന്ന് പറയും ചെറിയൊരു വാട്ടർഫാൾ കാണാം. ആക്ച്വലി ഈ സമ്മറിൽ അവിടെ ഒന്നുമില്ല, വെള്ളച്ചാട്ടം ഒന്നുമില്ല. അല്ലാണ്ട് വരികയാണ്, അതായത് നമ്മളുടെ ഒരു ജൂൺ ജൂലൈ സീസണിലൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിക്ക് വെള്ളച്ചാട്ടം ഉണ്ട്, നല്ല ഭംഗിയായിരിക്കും. ഞങ്ങൾ ഈ വരുന്ന വഴിക്ക് കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്രയും പൈസ കൊടുത്ത് ട്രാവൽ ചെയ്ത് വന്നിട്ട് ഒന്നും കാണാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയാണ് അവിടെ. ഈവൻ ഞങ്ങൾ പോയ ഒരു റെസ്റ്റോറന്റിൽ വരെയും അതും അങ്ങനെ തന്നെയാണ്. അതായത് മഴ സമയത്ത് വരുന്നതാണ് കുറച്ചുകൂടെ ഭംഗി. ഇതിപ്പം കുട്ടിക്കാനം കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കുറെ എന്താണ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഒക്കെ കാണാം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് മറ്റേ ഇറാനി ബൺമസ്കയൊക്കെ കണ്ടു. അപ്പൊ ഞങ്ങൾക്ക് അപ്പോഴും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് അത് മേടിച്ചു കേട്ടോ. ആക്ച്വലി തിരിച്ചു വരുന്ന വീഡിയോയും ഒന്നും ഞാൻ എടുത്തില്ല, കാരണം ഒന്നാമത് ഫോണിൽ സ്പേസ് കഴിഞ്ഞിരുന്നു. പിന്നെ സെയിം റൂട്ട് തന്നെയാണ് ഞങ്ങൾ പിടിച്ചത്, കാരണം കൊട്ടാരക്കരയിൽ നിന്ന് അങ്ങോട്ട് പോകാനും വരാനും ഞങ്ങൾക്ക് ഇത് തന്നെയാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള റോഡ്. അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടുന്ന് ഇറാനി ചായയും ബൺമസ്കയും കഴിച്ചു. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പെട്ടിയാട്ടോയിലെ ഇറാനി ടീയും ബൺമസ്കയും. ആക്ച്വലി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇത് ഭയങ്കര ഫേമസ് ആയി നിന്ന സമയത്ത് കഴിച്ചിട്ടുണ്ടേ. അയ്യോ, ഞങ്ങളെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ അടുത്തായിരുന്നു ഇത് കൊണ്ടുവന്ന് അവര് സെർവ് ചെയ്തിരുന്നത്. ഒരു ഭയങ്കര ചെറിയൊരു ബണ്ണാണ് നമുക്ക് തരുന്നത്. ആ ബണ്ണകത്ത് നിറയെ ക്രീം ഒന്നുമില്ല. അതിന് നമ്മൾ 50 റുപ്പീസാണ് അവർ വാങ്ങിയിരുന്നത്. ചായക്ക് 25 റുപ്പീസ്. പക്ഷെ ഞാൻ ഇവിടുന്ന് കഴിച്ചു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ചോക്ലേറ്റും വാങ്ങി, വാനിലയും മേടിച്ചു. വാനില നല്ല ടേസ്റ്റ് ആയിരുന്നു. ചോക്ലേറ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല, പക്ഷെ വാനില അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഏകദേശം 3 എണ്ണം വാങ്ങി, ഒരു ചോക്ലേറ്റും 2 വാനിലയും വാങ്ങി. അത് ഞങ്ങൾ തിരിച്ചു വരുന്നത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഡിന്നർ ഭയങ്കര ഹെവി ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാതാനും. അപ്പം വരുന്ന വഴിക്ക് ഞങ്ങളിത് വാങ്ങി കഴിച്ചു. ഭയങ്കര വേർത്ത് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ അത്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു.
അപ്പൊ ഈ സ്ഥലം വരുന്നത് ഏലപ്പാറ കഴിഞ്ഞ് കട്ടപ്പന പോകുന്ന വഴിയിലാണ് ഞങ്ങൾ കേട്ടോ നിർത്തിയത്. സൂക്ഷിച്ച് ഞങ്ങൾ നിർത്തിയ സ്ഥലത്ത് തന്നെ ചെറിയൊരു ഫാം പോലെ ഉണ്ടായിരുന്നു. ഫാം സംതിങ് ലൈക്ക് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കുറെ എന്താ പറയാ താറാവുകളും കോഴികളും പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. നിറയെ വെള്ളച്ചാട്ടമല്ല, ഒരു ഒഴുക്ക് പോലൊരു സ്ഥലം. പിന്നെ വെള്ളം പൊതുവെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് പൊതുവെ എല്ലായിടത്തും വെള്ളം കുറവാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടിലെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ചുകൂടെ വെള്ളം ഉണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷെ അത്രയും ചൂടൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തിയപ്പം 11:30 12 മണി അടുപ്പിച്ചായി. ഒട്ടും ചൂടുണ്ടായിരുന്നില്ല. നമുക്ക് വെറുതെ ഇങ്ങനെ നിൽക്കാനായാലും നല്ല കംഫോർട്ടബിൾ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ക്ലിപ്സ് ഒക്കെ ഇവിടുന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങള് കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം നേരം, ഒരു ഹാഫ് ആൻ അവർ ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തത്. ഞാൻ ഈ പറഞ്ഞ പോലെ 2 മണിക്കേ ഉള്ളൂ ഞങ്ങൾക്ക് ചെക്ക് ഇൻ. അപ്പൊ അത്രയും നേരം ഞങ്ങൾക്ക് എവിടെയെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ. പിന്നെ ലഞ്ച് ഞങ്ങൾ കഴിച്ചിട്ട് ലഞ്ച് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആകെ ഡിന്നർ മാത്രമേ അവിടുന്ന് കഴിച്ചോളൂ. പിന്നെ ടീ കോഫിയൊക്കെ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടിയതാണ്. അങ്ങനെ ഇത് കട്ടപ്പന കഴിഞ്ഞ് റിസോർട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു വഴിയാണ് കേട്ടോ. ആ വഴിയില് എല്ലാ വീടുകളും 2 വീടുകൾ സ്പെഷ്യൽ ആയിട്ടുണ്ട്. ആ വീടിന്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് അടുത്ത ക്ലിപ്പിൽ മീൻസ് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ആ 2 വീടുകളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരു വീടെന്ന് പറയുന്നത് ഇടുക്കിയിലെ ഏറ്റവും വലിയ വീടാണ്. അതെല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും. മറ്റേതിന്റെ വീടിന്റെ ഗേറ്റ് മറ്റേ റോക്കറ്റ് പോലെയാണ്. അങ്ങനെയുള്ള 2 വീടുകൾ. ഇത് നമ്മൾ കുമിളിയിൽ പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇത് സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു എലമെന്റ് ഇവിടെ എന്താന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ NH ആണിത്. മീൻസ് NH ഇത്രയും ചെറുതായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഏറ്റവും ചെറിയ NH ആണ്. നമ്മള് 2 ബസ്സുകൾ ഇങ്ങനെ 2 വണ്ടികൾ അടുപ്പിച്ച് പോകാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് ചെറുതാണ്. പിന്നെ ഈ ഒരു വഴിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ വീടുകളാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകളാണ്. ഓൾമോസ്റ്റ് എല്ലാ വീടും വൈറ്റ് പെയിന്റ് ആണ് കേട്ടോ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തുന്ന വഴിയാണ്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ ചെല്ലുമ്പോഴേക്കും, അതായത് കുമിളി റോഡിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അവിടുന്ന് കുറച്ചുകൂടെ ചെല്ലുമ്പോഴേക്കും ഞങ്ങളുടെ ഹോട്ടലിൽ എത്തും. അപ്പൊ ഈ വഴിയൊക്കെ കണ്ടപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാവും എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇടയ്ക്ക് വെച്ച് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, ഇപ്പോഴും ഫേമസ് ആയിരിക്കും, ഇടയ്ക്ക് വെച്ച് ഭയങ്കര ഫേമസ് ആയിരുന്നു. അതായത് ഞാൻ റീലിങ്ങനെ തുറക്കുകയാണെങ്കിൽ ഇതിനെ പറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോയത് മിസ്റ്റിക് മായ പോർട്ടിലായിരുന്നു. ഞങ്ങളൊരു 1:30 ആയപ്പോ ചെന്ന് കേട്ടോ. 2 സൈഡിലും കാർഡമൻ പ്ലാന്റേഷൻ ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നല്ല രസമായിരുന്നു. വരുന്ന വഴിയും അവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പൊ നമ്മള് റൂം റെഡി ആവാൻ ഞങ്ങൾക്ക് ഒരു 5 to 10 minutes എടുക്കുമെന്ന് അവർ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം പുറത്ത് നിന്നു. അവിടെയുള്ള കാര്യങ്ങളും ഒക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. നമ്മൾ അവിടെ ചെന്ന് നല്ല രസമാണ് കേട്ടോ. അവിടെ ഈ കല്ലുകളിലൊക്കെ ഭയങ്കര തണുപ്പാണ്. നമ്മൾ ഈ ചൂടത്തുനിന്ന് അവിടെ ചെന്നിട്ട് ഓരോ നല്ല നല്ല ഭയങ്കര തണുപ്പാണ് കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ആൽബർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആള് നമുക്കൊരു കാർഡമന്റെ ഒരു മാലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ആക്ച്വലി എന്റെ ക്ലിപ്പ് അത്ര ക്ലിയർ ആയില്ല, അതാണ് അവിടെ പറ്റിയത്. അങ്ങനെ ആള് തന്നെ നമുക്ക് റൂമിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ.